ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു യാക്കോബ് എങ്ങനെ ഇസ്രായേലായി. അതിനുശേഷം ഇസ്രായേലായതിനു ശേഷം അവൻ പെനിയേൽ കടന്നു. അപ്പോൾ അവൻ നടക്കുമ്പോൾ മുടന്തിയാണ് നടക്കുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൻ്റെ 7 വാക്യം. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബെതേൽ എന്ന് പേർ വിളിച്ചു. ഈസി ആയിട്ടുള്ളതാണ് ഉള്ള വാക്യമാണ്. ഒരു യാഗപീഠം പണിതു, അതിന് ഏൽ ബെതേൽ എന്ന് പേർ വിളിച്ചു. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം പഠിക്കാം. ഉൽപ്പത്തി 35 വാക്യം. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബെതേൽ എന്ന് പേർ വിളിച്ചു. ഏശാവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് ഭയപ്പെട്ടു. നാം കണ്ടു കഴിഞ്ഞ ആഴ്ച യാക്കോബ് ഏശാവിന് വേണ്ടി കുറേ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം വേർതിരിച്ച് അത് ദാസന്മാരുടെ കയ്യിൽ ആദ്യം കൊടുത്തു വിട്ടു. അങ്ങനെ അതിന് ശേഷമാണ് ദൈവമായിട്ടുള്ള മൽപ്പിടുത്തം ഉണ്ടായത്. അതിനുശേഷം യാക്കോബ് പെനിയേൽ കടന്നു. നോക്കിയപ്പോൾ ഏശാവ് 400 ആൾക്കാരുമായിട്ട് കൂടി വരുന്നത് കണ്ടു. യാക്കോബ് പേടിച്ചു പോയി. ദൈവം അവനോട് പറഞ്ഞതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന്. യാക്കോബിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളാക്കുന്നു. ഇവിടെ ഏശാവ് വരുന്നത് കണ്ടപ്പോൾ ഭയന്നു പോയി. എന്നാൽ യാക്കോബ് ധൈര്യം സമ്മതിച്ച് ഏശാവിൻ്റെ അടുത്തേക്ക് ചെന്നു. 7 പ്രാവശ്യം വീണ് ഏശാവിനെ നമസ്കരിച്ചു. കാരണം നമ്മൾക്കറിയാം, യാക്കോബ് ഏശാവിനെ ചതിച്ചതാണ്. അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏശാവിനെ പേടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നാൽ ഏശാവ് ഓടി വന്ന് അവനെതിരേറ്റു, ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ തീർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ശേഷം ഏശാവ് ചോദിക്കുന്നു, ഇവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് തന്ന മക്കളാണ്. അപ്പോൾ 11 പേരും, ലേയയും അവിടെ ഉണ്ട്, ദീനയും അതിൻ്റെ കൂടെ ദീനയുണ്ട്, റാഹേലുണ്ട്, റാഹേൽ ലേയുണ്ട്, അതുപോലെ 2 ദാസിമാരുണ്ട്. അവരുടെ മക്കളായിട്ട് 11 ആൺമക്കളും പിന്നെ ദീന എന്ന പെൺകുട്ടിയും അപ്പോൾ കൂടെയുണ്ട്. അപ്പോൾ ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞത് എൻ്റെ മക്കളാണെന്ന്. അതിനുശേഷം ഏശാവ് ചോദിക്കുന്നുണ്ട്, നീ സഹോദര നീ കൊടുത്തുവിട്ടതൊക്കെ അത് എന്തിനാണ് നിൻ്റെ മുമ്പാകെ പോയത്? അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, അത് സഹോദരൻ അങ്ങേക്കുള്ളതാണെന്ന്. അപ്പോൾ ഏശാവ് പറയുന്നുണ്ട്, സഹോദരൻ, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, നിനക്കുള്ളത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അത് യാക്കോബ് സമ്മതിച്ചില്ല. നിർബന്ധിച്ച് ഏശാവിനോട് അത് എടുക്കുവാൻ പറഞ്ഞു. ഏശാവ് അത് സ്വീകരിച്ചു. അതിനുശേഷം ഏശാവ് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് അപ്പൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ യാക്കോബ് സമ്മതിച്ചില്ല. യാക്കോബ് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ ആടുമാടുകൾ കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങ് പൊയ്ക്കോ, ഞാൻ പയ്യെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം യാക്കോബ് സുക്കോത്തിൽ വന്ന് അവിടെ താമസമാക്കി. അവിടെ വീടൊക്കെ പണിതു താമസമാക്കി. പോകാൻ ഉദ്ദേശിച്ച് ബേതേലിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ യാക്കോബ് സുക്കോത്തിൽ വന്നപ്പോൾ അവിടെ നല്ല സാഹചര്യം കണ്ടു. അവിടെ വീടും പണിതു, തൊഴുത്തുകളും കെട്ടി അവിടെ താമസിച്ചു. അതിനുശേഷം ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് ബേതേലിലേക്ക് പോകുവാനായിട്ട് പുറപ്പെട്ടു. അതിനു മുമ്പായിട്ട് അവൻ അന്യദേവന്മാരെയും ബാക്കിയുള്ള എല്ലാവരെയും അശുദ്ധമായിട്ടുള്ളതെല്ലാം നീക്കിക്കളഞ്ഞ് അതെല്ലാം കുഴിച്ചിടുകയും അതിനുശേഷം അവൻ തന്നെത്താൻ അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം
അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലേക്ക് ചെന്നതിന് ശേഷം ഉള്ള വാക്യമാണ് നമ്മൾക്ക് കണ്ടത്. ദൈവം യാക്കോബ് പറഞ്ഞതാണ്, ഞാൻ ബേഥേലിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ യാഗപീഠം പണിയും എന്നൊക്കെ യാക്കോബ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ദൈവം യാക്കോബിനോട് ബേഥേലിലേക്ക് തന്നെ പോകാനായിട്ട് പറഞ്ഞത്. അങ്ങനെ അവർ ബേഥേലിൽ ചെന്നു. അവിടെ നമുക്ക് കണ്ടല്ലോ, അവിടെ ഒരു യാഗപീഠം പണിതു. യാഗങ്ങൾ കഴിച്ചു ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത യാക്കോബിനെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ വെച്ച് റിബേക്കയുടെ ധാത്രിയായ ദെബോര മരിച്ചു. അവിടെ ബേഥേലിന് താഴെ ഒരു കരിവേലകത്തിന് കീഴിൽ അവളെ കുഴിച്ചുവിട്ടു. അതിന് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. അതിനുശേഷം പിന്നെയും പല പ്രാവശ്യം യാക്കോബിന് ദൈവം പ്രത്യക്ഷനായത് പറഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട്, നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല പേര്, ഇസ്രായേൽ എന്ന് പേരാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ബേഥേലിൽ നിന്ന് അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. അവിടെ ബേഥേലിൽ അവൻ യാഗം കഴിച്ചു. അവൻ അന്ന് കൽത്തൂണായിട്ട് നിർത്തിയ അതിന്മേൽ തന്നെ ഒരു പാനീയയാഗം കഴിച്ചു. എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. അങ്ങനെ അതിനുശേഷം അവർ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കറിയാം, ഒരേ ഒരു മകനേ ഉള്ളൂ. ആർക്ക്? റാഹേലിന് ഒരു കുഞ്ഞേ ഉണ്ടായുള്ളൂ, യോസേപ്പ്. ബാക്കിയുള്ളത് ദാസിമാരുടെ മക്കളാണ്. ലേയ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ റാഹേലിന് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, യോസേപ്പ് മാത്രം. രണ്ടാമത് റാഹേൽ പ്രസവിച്ചു. റാഹേലിക്ക് പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അവൾക്കറിയാം, അവൾ മരിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ സൂതകർമ്മിണി പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചു പോകുന്ന സമയത്ത് അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പൻ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. അങ്ങനെ റാഹേലിന് രണ്ടാമത്തെ മകനും ജനിച്ചു. എന്നാൽ റാഹേൽ അവിടെ വെച്ച് മരിച്ചു. അവിടെ വെച്ച് മരിച്ചു പോകുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നു. റാഹേൽ അവിടെ വെച്ച് മരിച്ചു. യാക്കോബ് ഒരു തൂൺ നിർത്തി റാഹേലിനെ അവിടെ അടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ ബേഥേലിൽ അവർ താമസിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഇസഹാക്ക് മരിച്ചു. അപ്പോൾ വയോധികനും കാലസമ്പൂർണനുമായിട്ട് ഇസഹാക്ക് മരിച്ചു. അപ്പോൾ അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോവും കൂടി അവനെ അടക്കം ചെയ്തു. എന്നാൽ റിബേക്ക മരിച്ചപ്പോൾ യാക്കോബിന് റിബേക്കയൊന്നും അതിനുശേഷം കാണുവാനോ ആ അടക്കത്തിൽ പങ്കുകൊള്ളുവാനോ സാധിച്ചിട്ടില്ല. ചതിയാലാണ് റിബേക്ക അനുഗ്രഹം മേടിച്ചു കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന് ദൈവത്താൽ അനുഗ്രഹം ലഭിച്ചു. എന്നാൽ റിബേക്കയ്ക്ക് തൻ്റെ പ്രവൃത്തിയുടെ ഫലം കിട്ടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇസഹാക്ക് വയോധികനും മരിച്ചു. അവരുടെ പുത്രന്മാരായ 2 പേരും ചേർന്ന് അവനെ അടക്കം ചെയ്തു. ഇതിൽ നമുക്ക് അനേക പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കാണാം, യാക്കോബ് എവിടെ താമസിച്ചാലും അവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു വന്നു. അവൻ പറഞ്ഞ സ്ഥാനത്ത് തന്നെ അവൻ അവിടെ തന്നെ പോകുവാനായിട്ട് പറഞ്ഞു. അവൻ അവിടെ പോയി യാഗപീഠം പണിതു. അവന് ബേഥേൽ എന്ന് പേരിട്ടു എന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ അവൻ ശരിയായിട്ടും യാക്കോബ് ഇസ്രായേലായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനെ ദൈവം അനുഗ്രഹിക്കുന്നു. എവിടെയായിരുന്നാലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഏശാവിന് യാക്കോബിനോടുള്ള ശത്രുത്വം മുഴുവനും മാറി. ദൈവം യാക്കോബിനോട് കരുണ ചെയ്തു. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഏശാവ് അവനെ ഉപദ്രവിക്കാതെ വണ്ണം ദൈവം സൂക്ഷിച്ചു എന്ന് നമുക്ക് മൂന്നാമതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് റാഹേൽ മരിച്ചു. എന്നാൽ ബെന്യാമിനുണ്ടായി. എന്നാൽ റാഹേൽ മരിക്കുന്നതായിട്ട് ഇടയായിട്ട് തീരും. റാഹേലിൻ്റെ ജീവിതത്തിൽ അവൾ ഫുള്ളായിട്ട് അവൾ ദൈവത്തോട് അങ്ങ് അടുത്തില്ല. അതുകൊണ്ടാണ് അവൾ വിഗ്രഹത്തെ
അപ്പൻ്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ദൈവം അവളെ അനുഗ്രഹിച്ചു, അവളെ ഓർത്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-മതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവർ അന്യദേവന്മാരെ എല്ലാം ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളയുന്നതായിട്ട്, ഒരു ശുദ്ധീകരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ യാക്കോബ് അവരുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിൻ്റെ അരികിലുള്ള കരിവേലത്തിൽ കുഴിച്ചിട്ടു. അങ്ങനെ പുതിയൊരു സ്റ്റാർട്ടിങ്, അശുദ്ധമായതെല്ലാം നീക്കിയിട്ടാണ് അവർ മുമ്പോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 6-മതായിട്ട് യാക്കോബും ഏശാവും ചേർന്ന് ഒന്നിച്ച് അപ്പനെ അടക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ റിബേക്കയ്ക്ക് ആ ഭാഗ്യമുണ്ടായില്ല. റിബേക്ക വിതച്ചത് 7-മതായിട്ട് വിതച്ചത് കൊയ്യുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റിബേക്ക വിതച്ചത് റിബേക്ക കൊയ്തു. അതുപോലെ യാക്കോവിൻ്റെ ജീവിതത്തിലും യാക്കോബ് വിതച്ച കാര്യങ്ങൾ യാക്കോബ് കൊയ്തു. എന്നാൽ ദൈവം അവനെ ഓർത്തു, അവനെ അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും കർത്താവിനെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരുമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലുള്ള അശുദ്ധി മാറ്റിയിട്ട് അതെല്ലാം കുഴിച്ചിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല പാപങ്ങളും ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും വിട്ട് കളഞ്ഞിട്ട് കർത്താവിനെ യഥാർത്ഥമായിട്ട് ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങൾക്ക് ബുദ്ധിയും ശക്തിയും നൽകണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്താൻ മറക്കരുത്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.